ആർ ശ്രീലേഖ മുൻ IPS പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നു പോലീസ്. പെട്ടെന്ന് ഇത് വലിയ വാർത്തയാകുന്നു. കാരണം എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആർ ശ്രീലേഖ എന്തിനാണ് ലൈംഗിക അതിക്രമണത്തിന് വിധേയമായ ഒരു പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയത്? അതാണ് ചോദ്യം. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജയേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ കേസ് കോടതിയിലെത്തിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേസിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഈ കേസ് 2002 ബന്ധപ്പെട്ട 2002-2003 ആ കാലത്തെ കിളിരൂർ കേസ് എന്ന പേരിൽ അറിയപ്പെട്ട കേസിലെ ഒരു ലൈംഗികമായിട്ട് പീഡനത്തിന് വിധേയമാക്കിയ പെൺകുട്ടിയുടെ കാര്യമാണ്. ശ്രീലേഖ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബ്ലോഗറായിരുന്നു, അല്ലെങ്കിൽ അവർ യൂട്യൂബിൽ ഇങ്ങനെ നിരന്തരമായിട്ട് അവരുടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ അറിയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന സൂക്ഷ്മത ശ്രീലേഖ അന്ന് കൊണ്ടു നടന്നിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ സൂക്ഷ്മത അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസിന് ഉപോത്ബലകമായിട്ടുള്ള രീതിയിൽ അവരുടെ വീഡിയോ യഥാർത്ഥത്തിൽ കാരണമായി തീർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദീകരണം അവർ നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നത്തെ കേസിനകത്ത് ബന്ധപ്പെട്ടിരുന്നതായിട്ടുള്ള പെൺകുട്ടി മരിക്കുമ്പോൾ അവർക്ക് 20 വയസ്സായിരുന്നു. അവർ മൈനറല്ല എന്നാണ് പറയുന്നത്. മേജറായി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് മൈനറോ മേജർ എന്നുള്ളതല്ല, ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമാകുന്ന ആളുകളുടെ പേര് പറയാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇപ്പോഴും അതൊന്നും പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ പോക്സോ കേസ് വരും എന്നുള്ളതാണ് ശരി. ഈ പോക്സോ കേസ് തന്നെ, അല്ലെങ്കിൽ പോക്സോ നിയമം തന്നെ വരുന്നത് ഏതാണ്ട് 2012 ഇപ്പോൾ വേണമെങ്കിൽ ശ്രീലേഖയ്ക്ക് ആ ബേസിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാകും. കാരണം ഇത് 2002 നടന്ന ഒരു സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തയാണ്. അത് കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞ്, എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പോക്സോ കേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പോക്സോ ആക്ട് എന്തായാലും നിലവിൽ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ വേണമെങ്കിൽ ഇനി പരിഹാരം തേടാനൊക്കെ കഴിഞ്ഞേക്കാം. പക്ഷെ നമുക്കത് അറിയാൻ പാടില്ല. എന്തായാലും വിവാദപരമായ ഈ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടായി തീർന്നിരിക്കുന്നത് അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്.